ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ വായിക്കും. ഗിദെയോനോട് ദൈവം പറഞ്ഞൊരു വാക്കാണ്. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കും. ഗിദെയോനോട് ദൈവം പറഞ്ഞൊരു വാക്കാണ്, ഈ ബലത്തോടെ നീ പോക. ഏത് ബലം? ദൈവം ഗിദെയോന് കൊടുത്തതായ ബലം. ഇന്ന് പകൽക്കാലം നാം മുൻപോട്ടുള്ള നമ്മുടെ യാത്രയിൽ ദൈവം നൽകുന്ന ബലത്തോടുകൂടെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ പലതിനെയും നമുക്ക് പിടിച്ചടക്കുവാൻ ദൈവം കൃപ നൽകും. നമ്മുടെ മുൻപിലുള്ള പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ശത്രുക്കളെ തോൽപ്പിക്കുവാനും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായ ചില നന്മകളെ തിരിച്ചു പിടിക്കുവാനും ദൈവം ഇന്ന് പകൽക്കാലം ബലം നൽകുമെന്നാണ് പറയുന്നത്. ഗിദെയോനോട് ദൈവം പറയുന്നു, നീ ഈ ബലത്തോടെ പോവുക. ഞാൻ നിന്റെ മേൽ ഒരു ബലം തന്നിട്ടുണ്ട്, നിന്റെ മേൽ ഞാനൊരു അഭിഷേകം തന്നിട്ടുണ്ട്, നിന്റെ മേൽ ഞാനൊരു കൃപ തന്നിട്ടുണ്ട്. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവം നമുക്കൊരു കൃപ തന്നിട്ടുണ്ട്, ദൈവം നമുക്കൊരു ബലം തന്നിട്ടുണ്ട്. പൗലോസിനോട് ദൈവം പറഞ്ഞ പോലെ, എന്റെ കൃപ നിനക്ക് മതി. ആ ദൈവിക കൃപ പ്രാപിച്ച ദൈവവേദലാണ് നമ്മളെങ്കിൽ ഇന്ന് പകൽക്കാലം പലതിനെയും പിടിച്ചടക്കാനുള്ള ദൈവകൃപ ദൈവം നമ്മുടെ മേൽ ഏൽപ്പിക്കുക. ഗിദെയോൻ അനേക സാഹചര്യങ്ങളുടെ മധ്യത്തിൽ വ്യത്യസ്തമായ നിലയിൽ കൂടെ പോയപ്പോഴും അവിടെയൊക്കെ പ്രതികൂലങ്ങൾ തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവിടെയൊക്കെ പ്രതികൂലങ്ങളെ പിടിച്ചൊതുക്കുവാനായി തനിക്ക് കഴിഞ്ഞത് തന്റെ മേൽ ദൈവം കൊടുത്ത ആ ദൈവിക കൃപയാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിത യാത്രയിൽ നമുക്കെതിരായി ഉയർന്നു വരുന്ന സകല ശത്രുക്കളെയും പിടിച്ചെടുക്കുവാൻ ആ ദൈവിക കൃപ നമുക്ക് മതിയെന്ന് ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. ആ ബലത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ശത്രുക്കളെ കീഴടക്കി ശത്രുക്കളെ തോൽപ്പിച്ച് നമ്മുടെ മുൻപിലുള്ള നന്മയെ പിടിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമുക്ക് ഇന്ന് പകൽക്കാലം മുൻപോട്ട് പോകാം. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ പിടിച്ചെടുക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയ. നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവം തന്നെ പിടിച്ചടക്കി നൽകണമെന്നാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, ദൈവം പിടിച്ചടക്കി നൽകിയല്ല, അതിനപ്പുറമായി ഏതിനെയാണോ ഏതാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അതിനെ തിരിച്ചു പിടിക്കുവാനുള്ള കൃപ ദൈവം നിങ്ങളുടെ മേൽ നൽകും. മോശയോട് പറഞ്ഞതുപോലെ, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് കടലിന് നേരെ നീട്ടാൻ പറഞ്ഞതുപോലെ, പ്രതികൂലത്തിന്റെ നടുവിൽ ധൈര്യത്തോടെ നിന്ന് ആത്മാവിന്റെ ശക്തിയോടുകൂടെ അതിനെ ശാസിക്കുവാനും അതിന്മേൽ ജയമെടുക്കുവാനും ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് കൃപ നൽകാൻ പോകുന്നു. ആ ദൈവകൃപയിൽ ദൈവബലത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഗിദെയോനോട് പറഞ്ഞ അതേ വാക്ക് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ഗിദെയോനെ, ഈ ബലത്തോടെ നിങ്ങൾ പോകുക. ഇന്ന് പകൽക്കാലം ദൈവം നൽകുന്ന ബലത്തിൽ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം വഴി തുറക്കും, ശത്രുവിനെ കീഴടക്കും, പിടിച്ചടക്കേണ്ടതിനെ പിടിച്ചടക്കുവാൻ ദൈവം ബലം നൽകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.